ഗൈസ്, നമ്മുടെ ക്യാപ്റ്റൻ, ലീഡർ, ലെജൻഡ് ആയിട്ടുള്ള സുനിൽ ഛേത്രി നാഷണൽ ടീമിൽ നിന്നുള്ള ഒരു വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായി ഇത് എഴുന്നേൽക്കാനൊക്കെ, അതുകൊണ്ട് ഇത് അറിയാനും കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ്. അറിയാമല്ലോ, ഞാൻ നാട്ടിലില്ല, അതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനൊരു വാർത്ത വന്നതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാതിരിക്കാനും കഴിയില്ലല്ലോ. അപ്പോൾ സുനിൽ ഛേത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അദ്ദേഹം 19 വർഷത്തോളമായി നമ്മുടെ നാഷണൽ ടീമിന് സെർവ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹം നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എത്രത്തോളം എന്നുള്ളതൊന്നും നമുക്ക് പറയേണ്ടത്. നമുക്ക് കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുനിൽ ഛേത്രി ഉണ്ടെങ്കിൽ ഏതൊരു ടീമിനെതിരെ ആണെങ്കിലും നമുക്ക് ഗോൾ അടിക്കും എന്നുള്ള ഒരു വിശ്വാസം എപ്പോഴും അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, ഓൾ ടൈം ഇന്റർനാഷണൽ സ്കോറേഴ്സിൽ നോക്കുമ്പോഴത്തേക്കും 4ാം സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. അതുപോലെ തന്നെ ആക്റ്റീവ് ഗോൾ സ്കോറേഴ്സിന്റെ കാര്യം എടുക്കുമ്പോൾ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ലയണൽ മെസ്സിക്കും തൊട്ട് താഴെ 3ാം സ്ഥാനത്തൊക്കെ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്കോറിംഗ് എബിലിറ്റി. അദ്ദേഹം എപ്പോഴും ഇപ്പം ക്ലബ് ലെവലിൽ കളിക്കുമ്പോൾ ഉള്ള പോലെ അല്ല അദ്ദേഹം. മിക്കവാറും നമ്മൾ കണ്ടിട്ടുണ്ട്, അദ്ദേഹം ക്ലബ് ലെവലിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഡള്ളായെങ്കിലും അദ്ദേഹം നാഷണൽ ടീമിലേക്ക് വരുമ്പോഴത്തേക്കും അതെല്ലാം മറന്ന് ഉഗ്രം പെർഫോമൻസ് പലപ്പോഴും നമുക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ നമുക്കറിയാം, ഈ വർഷം 40 വയസ്സാകാൻ പോവുകയാണ്. ഏതൊരു ക്ലാസ് പ്ലെയർ ആണെങ്കിൽ, അദ്ദേഹം ഒരു ലെജൻഡറി പ്ലെയർ ആണെങ്കിൽ, അവർക്ക് എപ്പോഴും ഏതൊരു പ്ലെയറിനെ നമുക്കറിയാം, ചരിത്രം അവർക്ക് ഒരു ഏജ് കഴിയുമ്പോൾ അത് എല്ലാവർക്കും ആ ഒരു പ്രായം തളർത്തുന്ന ഒരു ലെവലിലേക്ക് വരും. അദ്ദേഹം ഇപ്പം ഈ സീസൺ ISL അത്ര മികച്ചതായിരുന്നില്ല. നാഷണൽ ടീമിലാണെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നുണ്ടായില്ല. അപ്പം നമ്മൾ തന്നെ ചാനലിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഡെഫിനറ്റ്ലി അദ്ദേഹം ഉടനെ തന്നെ ഒരു ഡിസിഷനിലേക്ക് പോകണം. അത് അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റും ഇതുകൊണ്ട് കൂടി തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത്രയും വർഷങ്ങൾ ആരാധിച്ചിട്ടുള്ള ഒരു താരം അദ്ദേഹത്തിന് ആ ഒരു, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ പോലെ ഒരുപാട് നെഗറ്റീവായി ആളുകൾ പറഞ്ഞ് ഇത് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആ ഒരു മൊമെന്റിൽ അദ്ദേഹം ആ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ത്യയിലെ ബെസ്റ്റ് ഫുട്ബോളറായിട്ട് 7 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട പ്ലെയറാണ്, ഏറ്റവും കൂടുതൽ തവണയാണ്. അതുപോലെ തന്നെ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുത്ത് രാജ്യം ആദരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു ഇതിൽ നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു ഗോട്ട് എന്നുള്ള ഒരു ലേബിളിൽ തന്നെ പറയാൻ സാധിക്കും. കാരണം ഇപ്പം ലോകത്ത് തന്നെ, ഇപ്പം ലോക ഫുട്ബോളിൽ തന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അതിന് ഒരു കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ അദ്ദേഹത്തിന്റെ ഒരു സ്കോറിംഗ് ആണ്. അത് റൊണാൾഡോയ്ക്കും മെസ്സിക്കും താഴെ ആ ഒരു സ്കോറിംഗ് ലെവലിലൊക്കെ വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു പേരും ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പം ഇനിയിപ്പോൾ പലർക്കും ഉള്ള ചോദ്യങ്ങളാണ് ഇനി ആര് എന്നുള്ളത്. കാരണം അതേപോലെ ഒരു പ്ലെയർ എന്താണെങ്കിലും, ഛേത്രിയെ അദ്ദേഹം ആ പ്രൈമിൽ കളിച്ച പോലുള്ളൊരു സ്ട്രൈക്കർ എന്താണെങ്കിലും നമുക്കില്ല. പക്ഷെ അങ്ങനെ ഒരു രീതിയിൽ ഒരു ഡെവലപ്പായി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും കുവൈറ്റ് മത്സരം, ജൂൺ 6 നടക്കുന്ന കുവൈറ്റ് മത്സരത്തോടുകൂടിയായിരിക്കും അദ്ദേഹം വിരമിക്കുക. അത് ഹോം മത്സരമാണ്, അതായത് സോൾട്ട് ലേക്കിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം കൊൽക്കത്തൻ ആരാധകർക്ക് മുൻപിലായിരിക്കും അദ്ദേഹത്തിന് ഒരു വിരമിക്കൽ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൊൽക്കത്ത കുറച്ച് ഇമോഷണലാണ്. കാരണം അദ്ദേഹം അവിടെ നിന്നൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ കരിയർ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കോച്ച് കേരള ഭട്ടാചാര്യ, അദ്ദേഹത്തിന്റെ മകളെയാണ് അദ്ദേഹം പിന്നീട് കല്യാണം കഴിച്ചത്. അപ്പം കൊൽക്കത്തയായിട്ട് അദ്ദേഹത്തിന് ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ കൊൽക്കത്തയിൽ എന്താണെങ്കിലും ആ ഒരു നിറഞ്ഞ് കവിഞ്ഞിട്ടുള്ള ഒരു ഗ്യാലറിക്ക് മുന്നിലായിരിക്കും അദ്ദേഹം തന്റെ അവസാനത്തെ മത്സരം കളിക്കുക. അതുകൊണ്ട് തന്നെ ഖത്തറിനെതിരെ നടക്കുന്ന എവേ മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാവില്ല എന്നുള്ള കാര്യമുണ്ട്. ആ കുവൈറ്റ് മത്സരത്തോടു കൂടി അദ്ദേഹം തന്റെ നാഷണൽ ടീമിന്റെ ജേഴ്സി അവസാന പ്രാവശ്യം അണിയും എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും എന്താ പറയാ, നമ്മൾ ഇപ്പം ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഛേത്രി ഇപ്പം എന്ന് പറയുന്ന ഒരു ഇമോഷനാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക്. ഇപ്പം അദ്ദേഹം ഏതിപ്പം ഫോം ഔട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്ന് പറയുമെങ്കിലും അദ്ദേഹം വിരമിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷണൽ സംഭവം, അല്ലെങ്കിൽ ആ ഒരു വേദന എന്ന് പറയുന്ന ഒരു സംഭവം ഉറപ്പായിട്ടും ഉണ്ടാകും. പക്ഷേ ഫുട്ബോൾ മൂവ് ഓൺ ചെയ്യണം, പുതിയ താരങ്ങൾ വരും. അതൊക്കെയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഒരു അവസാനത്തെ മത്സരത്തിൽ ഒരു നല്ല പ്രകടനത്തോടു കൂടി ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് ഒക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ ഒരു വിരമിക്കൽ നടത്താൻ, ഒരു നല്ലൊരു വിരമിക്കൽ മത്സരം തന്നെ കിട്ടട്ടെ. അത് അദ്ദേഹം അർഹിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യുക. ഞാൻ